നല്ല പകലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയൊരു ദാസൻ കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ, ഓൺലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ ഏവർക്കും ക്രിസ്തുവേശ്വരന്റെ നാമത്തിൽ ഈ പകല് വന്ദനം ചൊല്ലുന്നു. ദൈവം എന്നിവരെ അനുഗ്രഹിക്കട്ടെ. പ്രജമാൻ പാസ്റ്റർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാജ്യത്തിന് ഒരു കൂട്ടായ്മ ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം. തന്റെ പ്രതിനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. മറ്റ് മുഖവരകളൊന്നും പറയുന്നില്ല. വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ഈ പകല് നമുക്ക് ചിന്തിക്കാം. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 10:13. ഇന്നലെ വായിച്ചത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി അവിടുന്ന് പോക്കുവഴി ഉണ്ടാക്കി. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വചനം കിന്നതയാകവേ പോകും നിന്മധുരവചനം മഹിമയേഴും പരമേശ മഹിമ യേശു മഹേശ മഹിമയേഴും പരമേശ മഹിമ യേശു മഹേശ മുകിൽ ഭീകരമായി ആയി വരും നേരം കാമുകിൽ ഭീകരമായി വരും നേരം കർമ്മധോനിയമത്തിൽ ആയതിൽ തീരുമ ആരോ കർമ്മധോനിയമത്തിൽ ആയതിൽ തീരുമ ആരോ മഹിമയേഴും പരമേശ മഹിമ യേശു മഹേശ മഹിമയേഴും പരമേശ മഹിമ യേശു മഹേശ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പകല് ദൈവകൃപയിൽ ശരണപ്പെട്ട് വചനം ധ്യാനിക്കാൻ അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം രാത്രിയിലും ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. എല്ലാ കർത്തദാസന്മാരെയും നടത്തിപ്പുകാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവിടുന്ന് അനുവദിക്കാതെ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കി. ഒരു പോക്കുവഴി കാണാത്ത ആൾക്കാർക്ക് ഈ പകൽ ദൈവം പോക്കുവഴി ഉണ്ടാകും. ദൈവം വിശ്വാസം. നമുക്ക് ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതിനെ ഓർപ്പിച്ചല്ലോ, 2 ലേഖനം കൊരിന്ത്യർക്ക് എഴുതി. 1 ലേഖനത്തില് 16 അധ്യായങ്ങള്. ഇതിന് വരാതെ ആരെയും ഉണ്ട് അവരുടെ അറിവിനെ ഓടിച്ചെന്ന് പോയി ഈ ഭാഗത്തേക്ക് വരാം. 1-ാം അധ്യായത്തില് പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തില് പണക്കോപ്പി കൃഷി, 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചികിർക്കുന്നു, 5-ാം അധ്യായത്തിൽ ജാതികളുടെ പോലും ഇല്ലാത്ത നടപടി ദോഷങ്ങൾ സഭയ്ക്കകത്ത്, 6-ാം അധ്യായത്തില് കേസും കോടതിയും വഴക്കും, അകത്ത് തീർക്കുന്നില്ല, വെളിയിൽ കൊടുക്കില്ല, 7-ാം അധ്യായത്തില് കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം, 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ് പൗലോസിനെ തകർക്കാൻ നോക്കുന്നു, 10-ാം അധ്യായത്തില് വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച് പട്ടുപോയി ചേർത്ത്, 11 2 വിഷയങ്ങളാ, ഫാഷനും തിരുമേശി എന്ന് പറഞ്ഞാൽ
ലോകത്തിലുള്ള ഭാഷനെല്ലാം സൺഡേ നമ്മൾ പ്രദർശിപ്പിക്കാൻ നോക്കില്ല. ഞാൻ പിന്നെ വരാവുള്ളൂ, നാളെ നമുക്ക് യോഗമുണ്ടല്ലോ. അപ്പോൾ 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. അപ്പോൾ തന്നെ തിരുമേശയുടെ തലനാല് ഉപദേശം 23 മുതൽ 12-ാം അധ്യായത്തിൽ ചെന്ന് പറയുന്ന കൃപാവരമെല്ലാം നിന്നു പോകുന്നത്, നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്, നമുക്കില്ലെന്നേ ഉള്ളൂ. 13-ാം അധ്യായത്തിൽ അതിശ്രേഷ്ഠമായ വരം, അത് സ്നേഹമാണ്, പ്രവചനമല്ല, വെളിപാടുമല്ല, കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതല്ല. അടുത്തിരിക്കുന്ന സഹോദരനെ സ്നേഹിക്കാൻ മേലാത്ത നീ കണ്ണടയ്ക്ക് പോകുന്നത് കാണാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ വരാം പിന്നെ നിങ്ങൾ വരുമോ എന്നുള്ളതായിരിക്കും വിഷയം. അപ്പോൾ 13-ാം അധ്യായത്തില് അതിശ്രേഷ്ഠമായ വരം. 14-ാം അധ്യായം കൃപാവനം നിന്നിട്ടില്ല, പക്ഷെ ആ കൃപാവനം വിനിയോഗിക്കേണ്ട വിധമുണ്ട്. ചിലർക്ക് വരമുണ്ട്, വിവരമില്ല. ചിലർക്ക് വിവരമുണ്ട്, വരവുമില്ല. വിവരവും വരവുള്ളത് വളരെ ചുരുക്കം പേർക്കാം. അത് ഞാൻ പിന്നെ വരാം. 15-ാം അധ്യായം ദൈവമക്കളെ ഉയർപ്പും അടക്കവും ക്രിസ്തുവിനോട് കൂടിയുള്ള വാസം, ഇതൊക്കെയാണ് 15-ൽ വളരെ പ്രത്യാശയുടെ അധ്യായമാണ്. കുടിയിൽ പറഞ്ഞ് നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരണം. 16-ാം അധ്യായത്തില് ഇതെല്ലാം പഠിച്ച നിങ്ങള് ഉഴപ്പരുത്. കാഴ്ചബദ്ധത്തിന് 1-ാം നാൾ ഇതെല്ലാം ചേർന്നിട്ട് ഇവിടെ കൊണ്ടുവരണം. നമുക്ക് താല്പര്യമുള്ള വിഷയം അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം. അതായത് ഞാനത് പറഞ്ഞ പറയും പുള്ളി കുഞ്ഞം വെച്ചത് ആളാണ്, അപ്പൊ അതും വേണ്ട. അപ്പൊ 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. 10-ാം അധ്യായത്തിലെ വിഷയം ഇസ്രായേൽ ചരിത്രം എന്ന് പറഞ്ഞിരിക്കുക. പ്രാരംഭത്തിൽ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു. മേഘത്തിന്റെ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയമാണെന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യം, എങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിക്കിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഞാൻ ആ വിഷയം എടുക്കുന്നില്ല. തെളിയിടാനുള്ള കാര്യം ഞാൻ ശാന്തമായിട്ട് വചനം ഇങ്ങനെ ധ്യാനിച്ചു. ഇപ്പൊ ഈ പ്രസംഗം മോഷ്ടിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്, മോഷ്ടാക്കൾ ഒത്തിരിയുണ്ട്. അപ്പം ഞാൻ ആ ഭാഗം ഇങ്ങനെ ശാന്തമായിട്ട് ധ്യാനിച്ചപ്പോൾ ഒരു 38 കൂട്ടം കാര്യമുണ്ട് തെളിയിടാൻ. നിങ്ങൾ എനിക്ക് നേരം പോയ നേരത്ത് 38 പറയാൻ നിൽക്കുകയാണോ? നിങ്ങളെ അങ്ങോട്ട് വരുമ്പോൾ കണ്ടിട്ട് 8 കൂട്ടം കാര്യം പോലും പറയാൻ ഇപ്പൊ താല്പര്യം തോന്നുന്നില്ല. അപ്പൊ നമുക്കതും തൊടുന്നില്ല, നിങ്ങൾ വിടുക. അപ്പോൾ ഇവരെ മരുഭൂമിയിൽ തെളിയിട്ട കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്, ദൈവത്തിന്റെ ഭാഗത്ത്. എന്നിട്ട് പ്രധാനമായിട്ടും 4 കൂട്ടം കാര്യം അവിടെ പരാമർശിച്ചിട്ട് ഇടയ്ക്ക് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയാ ഒരു കാര്യം കൂടെ പറയാം, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അപ്പോൾ അവിടെ പ്രാരംഭത്തിന് ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയണം. എന്തോ അറിയണം? ഒന്ന്, അവരുടെ പൂർവോഹികളായി നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ മനുഷ്യ ശരീരം, എനിക്ക് സയൻസ് ഒന്നും അറിയത്തില്ല, തെറ്റുകാരെ നിങ്ങൾ ക്ഷമിക്കണം. യോഗം കഴിയുമ്പം എന്നെ ശാന്തമായിട്ട് വിളിച്ച് തിരുത്തി തരികയും ചെയ്യണം. എനിക്ക് അറിയത്തില്ലല്ലോ, അറിവുള്ള നിങ്ങൾ. ഇത് പഞ്ചേന്ദ്രിയങ്ങളാൽ നിർമ്മിതമാണ്, അങ്ങനല്ലേ? മലയാളം അറിയാവുന്ന പഞ്ചേന്ദ്രിയം എന്തൊക്കെയാ? ഉച്ചയ്ക്ക് ഇത്രയും ഒപ്പിച്ചത് വലിയ കാര്യം. അപ്പോൾ തന്നെ പഞ്ചഭൂതങ്ങളുമായിട്ട് ഇത് ലയിച്ചാമിക്കുന്നത്. അഗ്നി അല്ലെങ്കിൽ അനലൻ, വായു, വെള്ളം, ഇതുമൊക്കെ ആയിട്ട് ലയിച്ചാമിക്കുന്നത്. ഇനി പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഈ ശരീരം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അതെ, മണ്ണിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണിനോട് വലിയ താല്പര്യമാണ്. ഇനി അവസരം കിട്ടിയ 2 വീടുകൂടെ ഇതിൽ പോയി മേടിക്കാൻ വലിയ താല്പര്യം വേണ്ടുന്നില്ല. ഇപ്പൊ ഓൾറെഡി കുറെ ഉണ്ട്, അത് റെന്റിന് കൊടുത്തിരിക്കുക. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ ഉണർവ് തല്ലിപ്പൊളിക്കുമൊന്നും വേണ്ട.
ഇച്ചിരൂടെ വസ്തു കിട്ടിയാൽ വേണ്ടാന്ന് ആരും വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിലെ ഇപ്പം പലരും വേണ്ടാന്ന് വെക്കുക. കാരണം ഇവിടെ ഇതായതുകൊണ്ട് നിങ്ങളോട് പറയാ എൻ്റെ അടുത്ത് കുറച്ച് വസ്തു ഉണ്ട്, 3-4 വീടുമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓ വേണ്ട എന്ന് എല്ലാവരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ശ്വാസം കൊണ്ടിരിക്കും തമ്മിച്ചിരുന്നു വല്ല വെള്ളം വേണം ശാന്തമായിട്ട് ചില കാര്യം പറയുന്നതല്ലേ ഉള്ളൂ. ഇത് ഈ മണ്ണിൽ എടുത്തത് കൊണ്ട് മണ്ണിനോട് താല്പര്യമാണ്. ഞാൻ അമേരിക്ക ഇവിടെ വന്നപ്പം ഇവിടെ അങ്ങനെ അതിര് തിരിച്ചിട്ടേക്കുന്ന കാണുന്നില്ല. നാട് മുഴുവൻ അതിര് തർക്കമാണ്. അതിര് തർക്കം ഉണ്ടാക്കിയ ചില ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഒക്കാത്തതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഞങ്ങള് കുറച്ച് ദിവസം മുമ്പ് നടക്കാൻ പോയപ്പം എന്നോട് നിർദ്ദേശം തന്നു, പാസ്റ്റർ നടക്കുമ്പം നമ്മൾ ആ നടക്കുന്ന പാതയിൽ കൂടെ നടക്കാവുള്ളൂ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇടങ്ങി ചോദിച്ച അവരുടെ വസ്തു വെടിവെക്കുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ നേരോ തെറ്റോ ഒന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഇതുവരെ വെടിവെച്ചില്ല, കാരണം ഞാൻ കയറിയില്ലല്ലോ. എന്നാലും ഒരു കാര്യം അഭിനന്ദനീയം, ഇവിടെ അങ്ങനെ അതിന് തിരിച്ചിട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാൽ ഇവിടെ ആരോഗ്യമില്ല. നാട്ടിലെ ചില വല്യമ്മമാരെ ചില യൗവനക്കാരുമൊക്കെ എപ്പോ നോക്കിയാലും അതിലെ കാണും. നിങ്ങളിവിടെ ആയതുകൊണ്ടൊന്നും അറിയത്തില്ല. തർക്കമല്ലേ? അത് കുട്ടനായിട്ട് പറയുന്നില്ല, ഇത് മണ്ണിൽ നിന്നെടുത്തതാ. ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ നിങ്ങളൊക്കെ വർഷത്തിനും ഞാൻ പ്രതിക്കാം. നമ്മളെല്ലാം പാടും നമ്മൾ മണ്ണെ പ്രതിമാനിക്കാൻ വേണ്ടിയില്ല, ചുമ്മാ പാടുന്നത്. അത് പ്രാക്ടീസ് CS കാർത്തികമാണ്. നമ്മൾ പിന്നെ ഒരു ഓണത്തിന് നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പാടുന്നുണ്ട്. ശരിയാണ്. ഒന്നാം പ്രതി ഞാൻ നിങ്ങൾ ചിന്തിക്കരുത്, അയാൾ വന്ന് ഞങ്ങളെ നല്ല താങ്ങ് താങ്ങില്ല. ആദ്യത്തെ താങ്ങ് എനിക്കാണ്. കാരണം എക്സ്കേജ് വായിക്കുന്നത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ്. അപ്പൊ ആദ്യം പുൾപ്പിറ്റെന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം പുൾപ്പിറ്റെന്നാ, അങ്ങോട്ടല്ല. ആദ്യം പുൾപ്പിറ്റ് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന ഞാൻ. അപ്പൊ നമുക്ക് ഈ മണ്ണിനോട് വലിയ താല്പര്യമാണ്. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ലല്ലോ. നാട്ടിലെ ഒരു ഭക്തകവിയായിരുന്നു പൂന്താനം. അതേപോലെ ഒരു വരി എഴുതി ചിലർക്കറിയാം. വരി ഇങ്ങനെ അർത്ഥസമ്പുഷ്ടമാണ്. അർത്ഥമെത്ര വളരെ ഉണ്ടാകലും തൃപ്തിയാകാം മനുഷ്യന്റെ കാലം 10 കിട്ടുക 100 മതിയെന്നും ശതമാനം സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ വന്നാലും മതി വരുന്നില്ല. അവിടെ ഒരു പദപുഷകമുണ്ട്. അവിടെ ആശയായുള്ള പാശമതി എന്ന് വേർവിടാതെ അരയിറന്ന് നേർക്കുമേ. ഇതിന് തത്തുല്യമായ ഒരു വരി നമുക്കുമുണ്ട്. ആശാപാശമാകും പിന്നെ എല്ലാ കുട്ടിയും നമുക്കറിയാം. അപ്പൊ ആശയാകുന്ന ഭാഷ, ആഗ്രഹമേ, മോഹം. അവിടെ പറയാ നിങ്ങള് ദുർമോഹിതനാകരുത്. ദുർമോഹിതനായാൽ നിങ്ങൾ പട്ടുപോകും. നിങ്ങളുടെ സ്വസ്ഥത കേടും. നിങ്ങളുടെ ആത്മീയത്തിന് ഫലമുണ്ടാകും. നിങ്ങൾക്ക് നിത്യത ചെല്ലാൻ ഒക്കത്തില്ല. ഈ മരുഭൂമിയിൽ അങ്ങനെ ദുർബോധം അകത്ത് കയറിയാൽ അങ്ങനെ നമ്മൾ പട്ടുപോകും. എപ്പോഴും ഞാൻ പറയുന്ന സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം വേദവിഹാരത്തിലുണ്ട്. ചങ്ങല ചങ്ങല ഭയങ്കരം. ചങ്ങല ഭയങ്കരമാ, പക്ഷെ അതിലും ഭയാനകമാ ആശച്ചങ്ങല. ചങ്ങല ചങ്ങല ഭയങ്കരം. ചങ്ങലത്തളപ്പിന്നൽ നിൽക്കും ഏകത്തളപ്പനാശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അവർക്കപ്പോൾ ആശകളോട് ഓടി നടക്കുന്നില്ല എന്നീ അതിനാൽ ആയുസുന്ന നക്ഷത്രയും പ്രാപകൃതിയും വിഷയഭോഗങ്ങളാൽ ഇന്നൊരു തൃപ്തി. എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. മതി വരുന്നില്ല.
എന്നേക്കാൾ പ്രായമുള്ളവരും പക്വത വന്നവരും ജീവിതത്തിൽ ഇരുത്തം വന്നവരും ശുശ്രൂഷയിൽ പഴക്കമുള്ളവരും പ്രായം കൊണ്ടുമൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ പലരും എന്നേക്കാൾ പഴക്കമുള്ളവരും ബഹുമാനിക്കണം. എന്റെ പിതാവിന്റെ പ്രായമാകാനുള്ള ഒരു ഇതിനകത്തുണ്ട്. നിങ്ങൾ ഉറക്കോ ചുമ്മാണ് എനിക്ക് അത്രയും പ്രായമുള്ളൂ. നിങ്ങൾ ചിലർ അംഗീകരിക്കുകയല്ല. അപ്പം ഇത്ര കൊല്ലം കൊണ്ട് നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന നാട്ടിലോ ഞാൻ നിങ്ങളോട് അല്ല ഉണ്ടെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ പുള്ളിയോടൊന്ന് അടുത്ത് ഇരിക്കാനോ ഇടപെടാനോ ഒക്കെ സാവകാശം ലഭിക്കാനാണ്. കർത്താവ് എനിക്ക് 1 രൂപ പോലും തരരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്ന നല്ലതാ. ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. എന്റെ അറിവിലില്ല, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസരം ഒരാളുണ്ട് കേട്ടോ, എനിക്ക് പുള്ളി ഒന്ന് കാണാൻ. എന്തായാലും പറ. എത്ര കിട്ടിയിട്ടും എനിക്ക് നിങ്ങൾക്ക് മതി വരുന്നില്ലല്ലോ. നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം. പഴയ ഒരു കട ഓർമ്മ വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള മലർപ്പൊടിക്കാരൻ പഠിച്ചിട്ടില്ലേ? പഠിച്ച് മറന്നു പോയ മലർപ്പൊടിക്കാരൻ വീടുകളിൽ കയറി ചില മലർപ്പൊടി കിട്ടി. അതൊരു മംഗളത്തിനകത്താക്കി വീട്ടിൽ കൊണ്ടുവന്ന് കളയാം. പക്ഷെ കാര്യമുണ്ട്, മൺകുളത്തിലാക്കി ഒരു ഉളി എന്ന് പറയും, ഉളി കെട്ടി തൂക്കി. അതിങ്ങനെ തൂക്കിയിട്ട് കുടി അവിടെ ഒന്ന് ക്ഷീണം കൊണ്ട് മയങ്ങിയപ്പം സ്വപ്നം കാണുക. മലർപ്പൊടി കുഴപ്പമില്ല. അപ്പൊ ഈ മലർപ്പൊടി പിന്നെ ഇച്ചിരി കിട്ടി, അത് വ്യാപാരം ചെയ്ത് മലർപ്പൊടി വ്യാപാരം ചെയ്ത ഒരു കോഴി കുഞ്ഞുങ്ങളും ഒരു കോഴിയെ മേടിച്ച് ഒത്തിച്ചു. പിന്നെയാണ് അട വെച്ചപ്പോൾ ഇഷ്ടം പോലെ കോഴി കുഞ്ഞുങ്ങളുമായി. ആ കോഴി കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ വിറ്റപ്പം ഒരു ചെറിയ ആട്ടുംകുട്ടിയെ മേടിച്ചു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ ആട്ടുംകുട്ടി ചെനയേറ്റു. പ്രസവിച്ചപ്പം 6. അത് പിന്നെ 6 ചെനയേറ്റ് വർദ്ധിച്ച് ഇഷ്ടം പോലെ ആട്. പിന്നെ കാളയെ മേടിച്ചു, കണ്ടമായി, നിലമായി, പിന്നെ വേലക്കാരും ജോലിക്കാരുമായി. അപ്പൊ പുള്ളിക്കൊരാഗ്രഹം, കല്യാണം കഴിച്ചാൽ കൊള്ളാം. അപ്പൊ കല്യാണം നല്ല കല്യാണം നടന്നു. കാരണം ഇത് ചുറ്റുപാടായപ്പോ പിന്നെ വരുമല്ലോ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വരും. കല്യാണമൊക്കെ നടന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് കുടുംബജീവിതം നയിച്ച് കുഞ്ഞിനെയും ദൈവം കൊടുത്തു. നല്ല വീടുമൊക്കെ ആയി. അപ്പൊ പുള്ളി നിരപ്പ് വെള്ളത്തിന് കസേരയിൽ ഇങ്ങനെ ചാരകസേര കിടക്കുക. അപ്പം അദ്ദേഹത്തിന്റെ കുഞ്ഞ് അകത്തിന്റെ മുട്ടയിലിഴഞ്ഞ് തിരുന്നേട് അങ്ങേക്ക് മുന്നോട്ട് വരുന്നു. ആ കിടന്ന കിടപ്പിൽ എടി കൊച്ചിനെ എടുക്കാൻ പറഞ്ഞു. വാരുവനെങ്കിൽ ഇപ്പൊ നേരെ ഒരു ജോലിയാണ്. പിന്നെ പുള്ളി കിടന്ന കിടപ്പിൽ പറഞ്ഞു കൊച്ചിനെ എടുക്കാൻ. 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. അപ്പൊ ഭാര്യ ഇങ്ങനെ പുള്ളിയുടെ സൈഡിൽ കൂടെ ഒറ്റ തൊഴി ഭാര്യയ്ക്കുണ്ട്. നീ അനുസരിക്കുകയല്ലേ, തൊഴിച്ചെത്തി കാലത്തെ ഉള്ള മലർപ്പൊടി നമ്മൾ തൊഴിച്ചില്ലെന്നേ ഉള്ളൂ. ഇരിപ്പ് കണ്ടിട്ട് ആവശ്യമില്ലാത്ത മരം കൊണ്ടകട്ടരുത്. ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് ജനിക്കരുത്. നല്ല മോഹങ്ങളും ഇല്ലേ? നല്ല മോഹം. ഞാൻ മിക്കപ്പെട്ടത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിച്ച്, നല്ല മോഹം.
കണ്ടപ്പേരുടെ പുന്നക്കാട്ടെ അപ്പച്ചനെ നല്ല മോഹമായിരുന്നു. പിള്ളേർ പോലീസിലുണ്ട്, സഹിച്ചാനുമൊക്കെ. അവർ പിള്ളേരോട് പറഞ്ഞാ ഞാൻ ഈയിടെ ചാടും, ഒരു കുഴപ്പമില്ല. പക്ഷെ അപ്പച്ചൻ പറഞ്ഞ് ഞാൻ മരിക്കും. പക്ഷെ ഒരാഗ്രഹം, ഒരു മോഹം, ഒരാഗ്രഹം, വീടിന്റെ മുറ്റത്ത് പന്തലിട്ട് ഒരു 5 ദിവസം കൺവെൻഷൻ നടത്തണം. നല്ല മോഹം. ആദ്യം പിള്ളേരെ കുഴപ്പി എങ്കിലും അപ്പച്ചൻ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ പിള്ളേർ അതിന് വിധേയപ്പെട്ടു. മുറ്റത്ത് പന്തലിട്ട് 5 ദിവസം യോഗ. വിവരിക്കുന്നില്ല. യോഗ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് അപ്പച്ചൻ മരിച്ചു. ആ പന്തല് പൊളിച്ചില്ല, ആ പന്തലിലാണ് ശുശ്രൂഷ. അത് നല്ല മോഹം അല്ലേ? നമ്മുടെ മോഹം എല്ലാവരുടെയും കാര്യമല്ല. നമുക്ക് ഇവിടെ ഒരു അമേരിക്കയിലുണ്ട്, എനിക്കറിയാം, പിക്നിക്ക് വന്നു, കുഴപ്പമില്ല. പാസ്റ്റർ ജാതി കയറി ഓടുന്നു. പാസ്റ്റർ ജാതി കയറി വിടുന്നില്ല. അല്ല, മിണ്ടണ്ട വേണ്ട. എന്തിനാ? ഞാൻ പുറകോട്ട് നോക്കുന്നല്ലോ, എല്ലാവരുടെ പ്രതികരണം എന്നാണെന്ന് അറിയാനായിട്ട്. ജാതി കയറി ഓടി. ആണ് ഞാൻ ഒന്ന് പരാമർശിക്കുന്നുള്ള വിഷയം വിട്ടാക്കാൻ എന്തിനാ അവിടെ ആലോചന ഉണ്ടാക്കുന്നത്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞ എന്തിനു അതിർത്തി ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് പറയണം, നാളെ ഒരു പൊതിയില്ല ദൈവത്തിനുമാകുന്നു. പക്ഷേ ഞാനെപ്പോഴും പറയും, രീതിക്ക് മാറ്റമൊന്നും വരികയല്ല. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, കൈ തന്നാലും കൊള്ളാം, കൈ തന്നില്ലേലും കൊള്ളാം, മിണ്ടിയാലും കൊള്ളാം, മിണ്ടിയിലും ഇതിന് ഒരു വിട മാറ്റില്ല. സ്തോത്രം. ഇവിടുത്തെ ജീവിതമല്ല വിഷയം, നിത്യതയിലെത്തുന്ന വിഷയം. ഇവിടെ ആള് കളിക്കാം, എനിക്ക് നിങ്ങൾ ആള് കളിക്കാം. കസേരയുണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ, പൊസിഷൻ ഉണ്ടെങ്കിൽ, ആളുകളുണ്ടെങ്കിൽ, കുടുംബതലമുണ്ടെങ്കിൽ. എന്നോട് ഒരാൾ പറഞ്ഞു, 350 ഫാമിലി ഉണ്ടാവും. എവിടെ എന്തുവാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കുകയേ വേണ്ട, ഞാൻ പറയത്തുമില്ല. അത് നല്ലതാണ്. ആളുകളുണ്ടെങ്കിൽ, കായബലമുണ്ടെങ്കിൽ, നാലുപേരെ പറയും, പൊളിറ്റിക്കൽ ബലമുണ്ടെങ്കിൽ പലതും നേടാം, പലതും നടക്കും. സ്വാധീനം ഉപയോഗിച്ച് അങ്ങനെ ചെല്ലുന്നതാണ് വിഷയം. തണ്ടുവെച്ച പകരം പ്രധാനമുള്ള കപ്പലുമൊന്നും അങ്ങനെ ചെല്ലുകയല്ല. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശൂദ്രന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവമക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന വിദ്യാലയ്ക്കുള്ളിൽ ആരെയും നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ അധികാരവും പദവി, നമ്മുടെ സ്വാധീനവും സാമ്പത്തിക വെച്ച് പലതും ഇവിടെ നമുക്ക് നേടാൻ മിടുക്കരാകാം, പലതും മിടുക്കരാകാം. പക്ഷെ അങ്ങനെ എഴുതുന്ന ആവശ്യം ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. ആരാധനയ്ക്ക് വന്നിരിക്കുന്ന 3 മണിക്കൂറാണ് ഭരിക്കേണ്ടത്. 3 മണിക്കൂർ അധികം ഭരിച്ചില്ലെങ്കിലും ബാക്കി 21 മണിക്കൂറാണ് നന്നായിട്ട് ഭരിക്കേണ്ടത്. സ്തോത്രം. ആവശ്യമില്ലാത്ത മോഹങ്ങളെ അപ്പൊ ഇതിനെ പിടിച്ചടക്കണം. പൗലോസ് കൃത്യമല്ലെങ്കിലും അതുകൊണ്ട് ആശയപ്പെടുന്ന മതമാ പറഞ്ഞ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഒന്നുവരും. അതിനെ പിടിച്ചടക്കണം. അതിനെ ഉപവാസ പ്രാർത്ഥന. അല്ലാതെ വണ്ടി മേടിക്കാനും, പെണ്ണിനെ കെട്ടിക്കാനും, മോളെ കല്യാണം നടക്കാനും, മോന്റെ കല്യാണം നടക്കാനും, വീട് മേടിക്കാനും, റിയൽ എസ്റ്റേറ്റ് വന്ന് നന്നായിട്ട് പോകാനും, വണ്ടി മേടിക്കാനും, പുതിയ വണ്ടി മേടിക്കാനും, വിസ
അടിച്ചു കിട്ടാനും പുതുക്കുന്ന ഇംഗ്ലീഷ് റിന്യൂ എന്തോ ചോദിച്ചാ തെറ്റിയില്ലല്ലോ, ഇരിക്കട്ടെ ഇംഗ്ലീഷ്. ഉപവാസ പ്രാർത്ഥന അതിനല്ല. നിത്യതയെ ചെല്ലുന്നത് തടസ്സമായി എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അവർ പൊങ്ങി വരുന്ന ഉയർന്നു വരുന്ന വിചാരങ്ങൾ ആശകൾ ഇച്ഛകൾ കൃഷ്ണ അതിനെ ഇളക്കി അതിനെ പിടിച്ചിറക്കി ആത്മാവിൽ ബലപ്പെടാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ദൈവം തന്നോളും. ഞാൻ നിങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവത്തിന് ഇതുവരെ വന്നല്ലോ. ദൈവം വിശ്വസൻ, ദൈവം വിശ്വസൻ. നീ നടന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ രക്ഷിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തെ ഭരിച്ച് കർത്താവിന്റെ കാലത്തിന് വേണ്ടി വരുന്ന ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൗരന്മാരുടെ ഉദ്യോഗസ്ഥരുടെ അപ്പൊ ഇതിനാണ് മോഹൻ. ഇതിനെ പിടിക്കണം. ആധാരപ്പെടുത്ത പറഞ്ഞാൽ ചങ്ങലയിലും ആശത്തങ്ങനെ ഭയങ്കരം, അങ്ങനെ ഭയങ്കരം, അതിന് ഭയങ്കരമാണ് ആശത്തങ്ങല. ചങ്ങല തുറപ്പിൽ നിൽക്കും ഏകത്രവത്തന ആശത്തങ്ങളെ കൊണ്ട് ബന്ധിക്കിൽ അളക്കൻ ഓരാശകളോടും ഓടി നടക്കുന്നില്ലേ. എത്ര ഇടഞ്ഞ കൊമ്പനെയാണെങ്കിലും ചങ്ങല കിട്ടാൻ അവിടെ നിൽക്കും. നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പിടികിട്ടില്ല. പാമ്പാടി രാജൻ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഗുരുവായൂർ കേശവൻ, എത്ര ഇടഞ്ഞ കൊമ്പനെയാണെങ്കിലും അത് പരിശീലിച്ച പാപ്പാന്മാരും അതിന് ഉണർത്തപ്പെട്ടവര് അതിനെപ്പറ്റി ഗ്രാഹ്യമുള്ളവര് ചങ്ങല കിട്ടാൻ ഇങ്ങനെ ആടും. പക്ഷെ അവിടെ നിൽക്കും. ചങ്ങല തറപ്പിങ്കൽ നിൽക്കും ഏകത്രവത്തൻ. കൊമ്പൊക്കെ ഇങ്ങനെ വിളിക്കിങ്ങനെ എട്ടഞ്ഞൊക്കെ നിൽക്കും. പക്ഷെ അവിടെ ചങ്ങല കിട്ടാൻ അവിടെ നിൽക്കും. ചങ്ങല തറപ്പിങ്കൽ നിൽക്കും ഏകത്രവത്തൻ. അടുത്ത ഭാഗം ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോരാശക തോർന്നോട് നടക്കും നിലയെങ്ങനെ. ശരി, ആശച്ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ ഒക്കത്തില്ല. ഈ അതുകൊണ്ട് ബന്ധിച്ചാലും അളർക്കൻ പോകുന്നത് പോലെ പോകും. അളർക്കൻ എന്ന് പറഞ്ഞാൽ പേപ്പട്ടി, കുക്കുലം പാട്ടി. അളർക്കൻ പേപ്പട്ടി. മനസ്സിലാകുന്ന ഭാഷ നാടൻ ഭാഷ, എന്റെ ശൈലിയ കുട്ടനാടൻ ഭാഷ പറഞ്ഞ ആശയത്തിന്റെ അകത്ത് കയറിയാൽ നീ പേപ്പട്ടി നടക്കുന്നത് പോലെ നടക്കും. അങ്ങനെ നടക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടില്ലേ. ഒരു സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ് ഒരു സ്വസ്ഥതയില്ല? നീ പേപ്പട്ടിയാ. എന്തുകൊണ്ടാ വിശേഷന്റെ ഭാഷ വന്നിരിക്കും ഒരു സമാധാനം എടുത്ത് കഴിയുമ്പോൾ നടക്കുമ്പോൾ ഒരു സ്വസ്ഥതയെ പേപ്പട്ടിയാ. കാരണം എന്നാ? ആവശ്യമില്ലാത്ത മോഹങ്ങളും ന്യായങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾ അകത്ത് കയറി കുടുങ്ങിയിരിക്കുക. നിങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടവരാ പലരും. ഇവിടെ ജനിച്ചവർ ചുരുക്കം പേരേ ഉള്ളൂ. മിക്കവരും നാട്ടിൽ നിന്ന് വന്നതല്ലേ. പേപ്പട്ടിയെ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ കണ്ടല്ലോ വലിയ കാര്യം. പഴയ നിങ്ങൾക്ക് അറിവുണ്ടല്ലോ. നിങ്ങൾക്ക് പേപ്പട്ടി പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. പേപ്പിച്ച നായ പാടുമില്ല, നാടുമില്ല, വീട്ടിൽ ഇറ്റിട്ട് ലക്ഷ്യമില്ലല്ലോ. ലാഭില്ലല്ലോ. ആരെ കണ്ടാലും കടിക്കും. എവിടെ കയറും? കന്നാലിയെ കടിക്കും, ആനയെ കടിക്കും, മനുഷ്യനെ കടിക്കും. കണ്ണി കാണുന്നതല്ല. ഒടുവിലത്തെ ഗതി എന്താണെന്ന് ഞാൻ ഇനി പറയണ്ടല്ലോ.
ദൈവത്തിന് മകനം. ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വിചാര ആഗ്രഹങ്ങളെ പിടിച്ചടക്കണം. അതിനായി ഉപവാസവും പ്രാർത്ഥനയൊക്കെ സ്തോത്രം. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാ എന്താ വീടിന്റെ വിഷയത്തിന് വീട് മേടിക്കണം, അല്ല നല്ലൊരു പ്രവാചകൻ അത് പറഞ്ഞു 21 ഇരുന്നോണെ സമാധി ഇരിക്കുമ്പോലിരിക്കുക, കഞ്ഞി വെള്ളം കുടിക്കാതെ. എന്നെ അപ്പോസിക്കുന്നത് മോന്റെ കല്യാണം നടക്കണം. അതിന് എന്നെ കെട്ടിച്ചു. ഒരു താല്പര്യമില്ലായിരുന്നു, അല്ലെ അവർക്കൊരു താല്പര്യമില്ല. ബാക്കി ഞാനിപ്പം പൊതുവിൽ പറയാൻ പല കാര്യവും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും അനുഭവിക്കുന്നത് പ്രാർത്ഥിക്കരുതെന്നല്ല, ഒരു കാര്യം പറയാം. നിത്യതയ്ക്ക് തടസ്സമായി, സ്വർഗത്തിൽ പോകുന്നത് തടസ്സമായി, ജീവിതത്തിൽ ഉയർന്നു വരുന്ന ഇങ്ങനെയുള്ള തൃഷ്ണകളെ പിടിച്ചടക്കണം. അത് സ്വയശക്തി കൊണ്ട് ഒക്കത്തില്ല. ഞാൻ ജിമ്മാണ് പറഞ്ഞാലും 10 ഞാൻ ഒറ്റവെട്ടിന് ഇത് നടക്കാൻ പറ്റുമോ? ഞാൻ മിസ്റ്റർ കേരള ആയിരുന്നു. പിന്നെ ബിരുദത്തെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മിസ്റ്റർ കേരള അടക്കാറുള്ളതില്ല. ഇത് ചായവനെ കൊണ്ട് ഒക്കത്തില്ല, സാമ്പത്തിക മന്ത്രി കൊണ്ട് ഒക്കത്തില്ല. ഇതേ ആത്മബലം കൊണ്ട് സ്തോത്രം. കൊച്ചുദേശി പാടിയൊരു പാട്ടിന്റെ വരി പഴയ പാട്ടാ. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പരിശുദ്ധ ജീവിതം സാധ്യമല്ല. നല്ല വലിയാണ്. നമുക്ക് ആ പാട്ട് അറിയാവോ? നല്ല പാട്ടല്ലേ? അവൾ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ ഒക്കത്തില്ല. കാര്യബലം കൊണ്ടോ സ്വയശക്തി കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ ഒന്നും ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. ദൈവാത്മാവിന്റെ ശക്തിയാണ്. അവൻ ആ ശക്തി ആർജിച്ചെടുക്കാൻ ഉപവാസവും പ്രാർത്ഥന അതിനെ ജയിക്കണം. അതിനാ ഉപവാസം, അതിനാ പ്രാർത്ഥന. അങ്ങനെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് പാർത്തിരിക്കുമ്പോൾ ആ ദൈവമില്ലാത്ത ദൈവശക്തി ദൈവങ്ങളുടെ നമ്മുടെ ബോഡിയുടെ നെല്ലിലല്ല, ബോഡികളെ ഇരിക്കുന്ന ദൈവശക്തി അവരുടെ സകലമായ വികാരങ്ങൾ അങ്ങനെ നിന്നാൽ അങ്ങനെയൊക്കെ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. ഒന്ന് ഇങ്ങനെയുള്ള ദുർമോഹം ജയിക്കണം. ചിലയിടങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൂടെ ആവർത്തിക്കുക. അത് നല്ല മനസ്സോടാ പറയുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള യാതൊരു ചിന്താഭാരവും ഇല്ല. വളരെ തൃപ്തിയോടും സന്തോഷത്തോടും നല്ല മനസ്സോടാണ് ഞാൻ ഈ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു ഭാരമില്ലെന്നൊരു ഭാരമുണ്ട്. ഇപ്പൊ എനിക്കുള്ള ചില ഭാരങ്ങൾ പറയാം. ഒന്ന്, തിരുവല്ല കൂട്ടായ്മയുണ്ട്, ആത്മാക്കൾ പറയും അങ്ങനെയുള്ള ഭാരം.
മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട അനേക കൃപയിൽ വരണം. എന്റെ കുടുംബത്തിൽ ചാർച്ച ചെയ്യപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെടണം. ഞാൻ അവിടെ ഇടപെടുന്ന എല്ലാ മേഖലയിലും പൗലോസ് പറഞ്ഞ പോലെ ചങ്ങലൊഴിക മുഴുവൻ എന്നെ പോലെ ആകണം. അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ട്. അല്ലാത്ത ഉപജീവന ചിന്തകളാണുള്ള വലിയ ഭാരമൊന്നുമില്ല. നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഇളകി പറഞ്ഞത് ഞങ്ങളെ കണ്ടപ്പോ പുള്ളി എന്നെ അടുത്ത് ഇത്ര ഇളക്കാം. നല്ല മനസ്സോടായി അങ്ങനൊരു ഭാരമില്ല. അപ്പൊ ഞാൻ എനിക്ക് പറഞ്ഞ ഒരു തവ പറഞ്ഞു, എന്നാ ഭാരപ്പെടാൻ രാവിലെ കുളിയും കഴിഞ്ഞ് കൊത്തമായിട്ട് ഇറങ്ങിയാൽ പോയിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങള് വർത്താനം പറഞ്ഞ വളരെ സൂക്ഷിച്ചു വേണം. പിന്നെ ഞാൻ ക്ലിയർ ആക്കി കൊടുത്തല്ല, ക്ലിയർ ആക്കില്ല. ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങളിൽ പലർക്കും ഉള്ളതിനേക്കാളൊക്കെ ഒത്തിരി വിഷയങ്ങളുള്ള ആളാ ഞാൻ. ഒന്നും പറയുന്നൊന്നുമില്ല, ഉണ്ടാകും. ഇപ്പൊ പൊതുവിലോട്ട് പറയുന്നില്ല. അതുപോലെ അടുത്ത് ഇടപെടുന്നവരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അത് കിട്ടാനോ വാങ്ങാനോ തരാനോ ഒന്നും ഉദ്ദേശിച്ചുമല്ല. അല്ല, കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു പാസ്റ്റർ, പേരൊന്നും പറയുന്നില്ല, പേര് പറയണ്ടല്ലോ, വേറെ നമ്മളോട് സംസാരിച്ചപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയോട് ചോദിച്ചു എവിടെയാ താമസിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു ഇന്നിടത്താ താമസിക്കുന്നത്. ഇവിടെ അല്ല, നാട്ടിൽ തിരുവല്ലയ്ക്കടുത്ത് പായിപ്പാടിനടുത്ത് വെള്ളാപ്പള്ളി. അപ്പൊ അവര് പറഞ്ഞു അവിടെ ആണ്, സ്വന്തം വീടാണ്. അപ്പൊ അവര് പറഞ്ഞു വാടകയ്ക്കാ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. പുള്ളി എന്തിനാ വാടകയ്ക്ക് കിടക്കുന്നത്? അമേരിക്കക്കാര് 10 വീട് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. ഉറങ്ങുക, ഇത് കേട്ടേ തുടങ്ങും. അഭിപ്രായമില്ല, ഞാനത് ഇപ്പം വിശദീകരിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. വിഷയങ്ങളില്ല നന്ദി പറഞ്ഞത്, വിഷയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, അതല്ല. പക്ഷേ അല്ല, സന്ദർഭം തൊട്ട് തെറ്റിദ്ധാരണ വേണ്ട, ക്ലിയർ ആക്കിയേക്കാം. അമേരിക്കക്കാരെ വീട് തരാൻ പറഞ്ഞ് ചാമ്പ്യൻ തന്നു, ആ പുള്ളി അത് തന്നെ തിരിച്ച് മേടിക്കുകയും ചെയ്തു. അത് വേറെ വിഷയം പോട്ടെ. പുള്ളി വീട്ടിലെതിരെ അറിയില്ല. ഞാനൊട്ട് പോയി ഇത് ഭാരമുണ്ടായിട്ടല്ല, ഒരു ഭാരവുമില്ല. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ തൃപ്തിയോടെ നിൽക്കാൻ കാരണം പറയാം. ഞാൻ മിക്കടത്തും പറയുന്നതാണ്. എന്റെ കാര്യം ഏറ്റവും വലിയ കാര്യം യേശുവിനെ രക്ഷിതാവായി, അതാ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഒത്തിരി കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ, നിങ്ങൾക്കുണ്ട്. എനിക്ക് മറ്റു ഭാഗമില്ലാത്ത കാര്യം, ഞാൻ എന്റെ ചിന്തയാണ് നിങ്ങൾ ചിലപ്പോൾ യോജിക്കുന്നത്. ഇപ്പൊ എനിക്ക് 49 വയസ്സായി, അത്രേ ഉള്ളൂ. ഇവിടെ കാര്യം വെച്ച് 60 കഴിഞ്ഞോന്ന് ചോദിച്ചു. അല്ല, നടക്കും പഠിക്കും കണ്ട് യോജിച്ചതാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അല്ല, ഒരു കണക്കിന് പിള്ളേര് കളിയാണെന്ന് പറയുകയല്ലോ, അത് നല്ലതാണ്. കുഞ്ഞുകളി ഇതുവരെ മാറിയില്ല, അത് പറയത്തില്ലല്ലോ. 65 ഇരിക്കട്ടെ. വേറെ ഒരു സഹോദരനുമായിട്ട് യോഗ ചെയ്തപ്പോ വേറെ അമ്മ ചോദിച്ചു, അപ്പന് മോനും കൂടെ ആളാന്ന്. ആയിക്കോട്ടെ. അല്ലെന്ന് പറഞ്ഞാൽ തലയുടെ പിന്നെ ഒന്നേ തുടങ്ങണം. ഞാൻ പറഞ്ഞ അവിടെ യോഗ എന്ന് പറഞ്ഞ അപ്പന് മോനും എന്റെ ഭാഷയെ പറയുകയാണ്. നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്ന അറിയത്തില്ല. ഒരു കണക്ക് ഒരു കണക്കാക്കാം. 50 എന്നാക്കട്ടെ, ഒരു കണക്കായിക്കോട്ടെ. 50 തികഞ്ഞില്ല. അടുത്ത ആളോട് പറഞ്ഞുള്ളത് 50 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ. അപ്പൊ 50 ഇരിക്കട്ടെ. ഞാൻ സന്തോഷിക്കാൻ നല്ല മനസ്സോടായി പറയുന്നത്. മറ്റു ഭാരമൊന്നും ഇല്ലാത്തതിന് ഒരു കാരണം, ഈ 50 വർഷമായിട്ട്
ശ്വാസം എടുക്കാനും വിടാനും ദൈവം. എത്രയോ പേര് വെന്റിലേറ്റർ കിടക്കുന്നു. എനിക്കറിയാം വീടുകളിൽ തന്നെ ഓക്സിജൻ വെച്ച് കിടക്കുന്ന ധാരാളം ആൾക്കാർ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ഭാരപ്പെടാൻ അങ്ങനെയുള്ളവരെ ദൈവം വിടിവിക്കട്ടെ. നമുക്ക് അങ്ങനെയുള്ള ഇട വരാതെ വേണം ദൈവം ഈ 50 വർഷം വരെ അല്ലെങ്കിൽ 40 വർഷം വരെ 60 വർഷം വരെ യാതൊരു തടസ്സം കൂടാതെ ശ്വസിക്കാനും വിശ്വസിക്കാനും ദൈവം തമ്മിലുള്ള കൃപകളോർക്ക് ദൈവത്തിന് മഹിമ കൊടുക്കണം. ഞാൻ തിരുവല്ല സഭയിൽ ആദ്യം പറഞ്ഞു, ഈ കിട്ടാത്തതിന് ഇത് പിറുപിറുക്കെ മോദുകയും ചെയ്യരുത്. കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞു അല്ലെങ്കിൽ മര്യാദ. നമ്മൾ ഈ പെന്തക്കോസ്തുകാരും ഉമ്മ ഇരുന്നത് മോങ്ങുന്നതാണ്. ഞാൻ ഭാഷയൊക്കെ പറയുന്നത് അല്ല പറയാം, പട്ടി മോങ്ങും പോലെ. എല്ലാവരുടെയും കാര്യമല്ല, എല്ലാവരുടെയും കാര്യമല്ല. ചുമ്മാ വന്നിരുന്നത് മോങ്ങുന്ന ആര് കാര്യം പോലെ. നമ്മുടെ ഭാഗത്ത് കൂട്ടായില്ല, മുതലാളി കാര്യം പോലെ. അതിന് നമ്മുടെ യോഗമെല്ലാം നമ്മുടെ പ്രാർത്ഥന അമ്മയ്ക്ക് പിടിക്കണമേ, സൗഖ്യമാക്കണമേ, ആടുകാരെ കിട്ടില്ല ഭവനം തരണമേ, ജോലി തരണമേ, സാധനം തരണമേ, എല്ലാം ആ മുതലാളി അറിയാൻ പോലെ. എടപ്പൊട്ട ദൈവം ചെയ്തതിന് ആദ്യം നന്ദി വേണം. നമ്മുടെ ആയുസ്സിന് സ്തോത്രം, നമ്മുടെ ആരോഗ്യത്തിന് സ്തോത്രം, നമ്മുടെ നന്മകൾക്ക് സ്തോത്രം, നമ്മുടെ ബലത്തിന് സ്തോത്രം. ദൈവത്തിന് നന്ദി വേണം. ഇത് മുഴുവൻ കാര്യത്തില്ല. ദൈവമേ എത്ര കൊടുത്തിട്ട് ഇതിനൊക്കെ തൃപ്തി വരാതെ പിന്നെ ഇത് മോങ്ങാണല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ രീതി പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉദാഹരണമാണ്, നമ്മൾ കുറച്ചുകൂടെ അടുപ്പോ അല്ലെ കുടിക്കാനുമായിട്ടൊക്കെ അടുപ്പമുണ്ട് ചോദിച്ചാൽ പറയാം. മോന്റെ പേര് ഞാൻ വിട്ടുപോയി. അത് തന്നെ ഞാൻ വെച്ചു ജോലി. ഉദാഹരണമാണ്, ഉടമ്പുണ്ടാക്കാനല്ല. ഇദ്ദേഹം ഒരു യാത്ര പോയല്ലേ, ജോലിക്ക് പോയല്ലേ, ഇവിടെ പിന്നെ ഒരു നല്ല പേന മോന് കൊണ്ട് കൊടുത്ത് എന്തായിരിക്കുക. നല്ല പേന അവന് പേന കിട്ടി. ഇദ്ദേഹം പിന്നെയും തിരിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ അവൻ തെണ്ണയിൽ ഇങ്ങനെ പേനയും വെച്ചു പുള്ളി കയറി വന്നപ്പോ എന്നെ ചോദിച്ചു, എന്നാണ്? ഓ, എന്തിനാ ജീവിക്കുന്നത്? എന്നാ എനിക്ക് നല്ലൊരു മൊബൈലില്ല. മോനല്ലേ, അപ്പനല്ലേ, കടം മേടിച്ചാൽ പിറ്റേ മൊബൈൽ കൊണ്ടുകൊടുത്തു. 2 ദിവസം കഴിഞ്ഞ മുന്നേ വന്നപ്പോൾ പിന്നെ മൊബൈലും വെച്ചിട്ട് മോന്ന് തലയാതിരിക്കുക. എനിക്ക് ജീവിക്കണമെന്നേ ലാപ്ടോപ്പ് ഇല്ല. ഞാൻ അപ്പൊ അതൊക്കെ പിന്നെ മലപ്പുറ മോനല്ലേ ലോൺ എടുത്ത് അതിലൂടെ മേടിച്ചു കൊടുത്തു. അത് കൊടുത്ത് ഇവനെന്തെങ്കിലും ഒന്ന് സന്തോഷിക്കുന്ന പുള്ളിക്കൊന്ന് കാണാനാ പിറ്റേന്ന് വന്നപ്പോഴാവും പിന്നെയും മോദം ചെയ്യാതിരിക്കുക. എന്നാണ് വണ്ടി ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുക. കൂട്ടുകാരെല്ലാം നല്ല വണ്ടി, എല്ലാ ദിവസവും ഈ രീതിയിലായി ചെറുക്കൻ ഇടപെടുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ മനസ്സിന് സന്തോഷമുണ്ടോ? എന്തെങ്കിലും തൃപ്തി വരും. ഇനി ഞാൻ തുറന്ന് പറയാം, അച്ഛൻ അങ്ങനെ ചിന്തിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിക്കുക എന്റെ കാര്യമാണ്. ഞാൻ ചിന്തിക്കും, ഇവൻ ഉണ്ടായിരിപ്പ തന്നെ തെറ്റോ ശരിയോ? എടാ, എന്ത് കൊടുത്തിട്ട് ഇവന് മോദം തെളിയുന്നില്ല, സന്തോഷമില്ല. ഇവൻ പിന്നെയും
ഇങ്ങനെ പണ്ടപ്പല പാന്നെങ്കിൽ ചിന്തിക്കുകയും ഇവൻ ജനിക്കേണ്ട ഒരു കാര്യമോ. അതേസമയം സർവശം ഒരു വേദന കൊടുത്തു. പിറ്റേന്ന് അപ്പം വന്നപ്പോൾ ഇവൻ വേദനയിൽ വാക്ക് സന്തോഷിച്ച് നിൽക്കുക. എന്താണ് എന്റെ പപ്പ പേര നല്ല വേദനയായിരുന്നു കേട്ടോ, അതിന് നല്ല അക്ഷരമൊക്കെ നല്ല വഴിപത്ത അക്ഷരം. എന്റെ കൂട്ടുകാരെ കുറിച്ച് വേദന കാരണം ഞാൻ പറഞ്ഞു എന്റെ പപ്പാണെന്നാണ് പറഞ്ഞു. അവർ ചോദിച്ചു ഇവിടെ നാടാണ് എന്റെ പപ്പായിക്ക് ഈ പേന. അപ്പം ഞാൻ ചോദിച്ചു വന്ന് പറയാന്ന് പറഞ്ഞു. അപ്പൊ കൂട്ടുകാർ പറയണേ എത്ര വലിയാണെങ്കിലും അതിൽ ഒരെണ്ണം കൂടെ മേടിച്ചു തരാൻ നിന്റെ പപ്പായോട് ഒന്ന് പറയണം, നിന്റെ അക്ഷരമൊക്കെ നല്ല വഴിമുത്ത്. ഇത് പറയാൻ തന്നെ സന്തോഷം. ഈ ലോകത്തിന് അപ്പൻ അതുപോലെ സന്തോഷമുണ്ടെങ്കിൽ സ്വർഗീയ പിതാവിന് ദൈവം തന്ന നന്മകളിൽ നീ സ്തോത്രം ചെയ്യുമ്പോൾ സന്തോഷം. അതുകൊണ്ട് ദൈവത്തെ ഒത്തിരിയെങ്കിൽ ഈ മോന്ത തെളിയാത്തതല്ല നിർത്ത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഷേപ്പില്ല. ഞാൻ ഇച്ചിരി പച്ച നിൽക്കുന്ന വെള്ളം ഇട്ടത് കൊണ്ടാണ്. നിങ്ങൾ ചിലതിന്റെ സോട്ടും കൂട്ടും കൈക്ക് ഇച്ചിരി ഇറക്കം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്പം കിട്ടുന്നില്ല. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നമ്മൾ അതിന്റെയൊക്കെ പച്ചയിലാണ് നിൽക്കുന്നത്. നമുക്കൊരു നല്ല ഷേപ്പ് ഇല്ല. എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഷേപ്പ് ഇല്ലെന്ന് ഇല്ല. നമുക്ക് ഷേപ്പില്ലെന്ന് മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ നല്ല ആൾക്കാരെ കാണണം. നമ്മള് ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോഴൊന്ന് ഷേപ്പ് എനിക്ക് ഇതുവരെ നമ്മളെക്കാൾ നല്ല ആൾക്കാരെ കാണുമ്പോഴാണ് നമ്മുടെ ഷേപ്പുകൾ. പിന്നെ അപ്പൊ ഒന്നാമത് ഷേപ്പില്ല. അതുകൊണ്ട് ഉള്ള ഷേപ്പിൽ സന്തോഷിച്ചിരിക്കണേ. നിങ്ങൾ നിരാശപ്പെട്ടെങ്കിലും പാസം അത് ഷേപ്പില്ലെന്നൊക്കെ പറഞ്ഞാൽ ആരും നിരാശനായി. വേണ്ട വേണ്ട, ഈ ഷേപ്പെല്ലാം മാറും. എപ്പം കാരണം തൊലിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ അന്നേരം ഉയർത്തും. ജീവനോട് വിശുദ്ധമാർക്ക് രൂപാന്തരം ഉണ്ടാകും. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്ത ശരീരം പ്രാപിക്കും. ഈ മണ്ണയമായ ശരീരം വിണ്മയമായ ശരീരം പ്രാപിക്കും. സകല മാംസം ഒരുപോലെ മാംസങ്ങളെ പക്ഷികളുടെ മാംസങ്ങളെ കന്നുകാലികളുടെ മാംസങ്ങളെ മത്സ്യങ്ങളുടെ മാംസങ്ങളെ ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ വയസ്സ് വേറെ, സ്വർഗീയങ്ങളുടെ വയസ്സ് വേറെ, സൂര്യന്റെ വയസ്സ് വേറെ, ചന്ദ്രന്റെ വയസ്സ് വേറെ, നക്ഷത്രങ്ങളുടെ വയസ്സ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനോ അതുപോലെ തന്നെ. Praise the Lord. Praise the Lord. ഈ ഷേപ്പെന്നാണ് സാറ് കൊടുത്ത് മരണങ്ങളിലൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ ഒരു വരി മാറും. ഒരു വരിയുണ്ട്, പുതിഗന്ധം നിറയൂമീ പുതിഗന്ധം നിറയൂമീ ദേഹം തകർ നീടുമേ മംഗളം മംഗളമായി ഇനി വാഴും നമ്മളെല്ലാരും മംഗളം. പൂതിഗന്ധം നിറയുന്ന ഈ ദേഹം, ഈ പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. അതാ പൂതിഗന്ധം. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്, ഇല്ലേ? അതാണ് ഇങ്ങനെ പരുവത്തിന് കൊണ്ട് നടക്കുക. ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നത്. സമ്മതിക്കുകയില്ല. 2 ദിവസത്തെ പല്ല് തക്കാലത്ത് അല്ല, പല്ല് തേച്ചിട്ട് ഒക്കുന്നില്ലല്ലോ. ഇല്ല, പല്ല് തേച്ചിട്ട് പിന്നെ മാത്രം അതിനെ യോഗത്തിന് വന്ന് കുട്ടനാടിരിക്കുമ്പോൾ ആയിരുന്നേ പാസോടെ സന്ദർഭത്തിന് പുറമേക്ക് ആട് കവിക്കുമ്പോൾ എവിടെയാണ് മനസ്സിലാകാരിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണ്. ദൈവദാസൻ ദൈവകൃപയിൽ നിന്ന് അത് ജഗത്ത് ദാസന്മാരും അണയെ നടപ്പുണ്ട്. എല്ലാം ഭാവിക്കൊത്ത ആടെ ആ ഭാഗത്തേക്ക് ഞാൻ തോന്നുന്നില്ല. കോള് വരും അയാളെ എത്രയും പെട്ടെന്ന് വിടുന്നു. കോള് ഇന്നലെ വല്ലതും വന്നോ? വരാൻ സാധ്യത ഉണ്ട്, വരാൻ സാധ്യത ഉണ്ട്.
അയാളെ വിളിച്ചെന്ന് ചോദിക്കും. വല്ല പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞത് അയാളെ അങ്ങനത്തെ കൂടുന്നില്ല. ഭാര്യ എടുക്കുന്നത് മോനാണ്, അത് പെട്ടെന്ന് പോകാം. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. അതെ, നല്ല ശരീരമല്ല, മണ്ണല്ലേ. അല്ല, ഭർത്താവ് പ്രായത്തിൽ മരിച്ചു, എന്റെ അച്ചാച്ചൻ എനിക്ക് ജീവനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കണം, അങ്ങനെ വേണം. അതാ ചിലർക്ക് ഡെഡ്ബോഡി എടുക്കാൻ നേരത്ത് പറയും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ സ്നേഹം കൊണ്ടാണ്, എതിർക്കുകയല്ല, അതങ്ങനെ തന്നെ. അന്നാണ് മോളി വെച്ചോണ്ടിരുന്നത്. ഞങ്ങൾ പോകാൻ പറഞ്ഞില്ലോ, ഞാൻ മാറിനെടുത്തോട്ട് പോകാൻ കാരണം പറയാം. മോളി കഴിഞ്ഞാൽ ഇത് 5-8 മണിക്കൂർ കഴിയുമ്പോ ബേബി വരുന്നതാണ്. അർദ്ധരാത്രി ആകുമ്പോ ബേബി തീർക്കാക്കണം, വെളുക്കാറാകുമ്പോ പിന്നെ ബേബിയുടെ അടുത്ത് ഇരിക്കാൻ ഒക്കത്തില്ല. കാരണം ഇത് അങ്ങനത്തെ ശരീരമാണ്. അത് കുറ്റമല്ല, പണിയല്ല, ഇഷ്ടക്കാരുണ്ടായിട്ടുമല്ല, വൈരാഗ്യം ഉണ്ടായിട്ടുമല്ല. ഇത് അങ്ങനത്തെ ശരീരം. അതാണ് ഭൂതിഗന്ധം. അവസാനം കൊടുത്ത പ്രയോഗം ഭൂതിഗന്ധം നിറയൂമി, ഭൂതിഗന്ധം നിറയൂമി, ദേഹം തകർത്തിടുമേ, മംഗളം മംഗളമായി ഇനി വാഴും നമ്മളെല്ലാരും മംഗളം. അടുത്തതായി പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ മംഗളം. നിങ്ങൾക്ക് പോണമല്ലോ. പൊക്കോ, ഞാനൊന്നും പറയുന്നില്ല. പുള്ളി പേടിച്ച് ശരിയായി എഴുന്നേറ്റ് നോക്കാനായിട്ട് ബോധമില്ലാത്ത വിളിച്ച് പറയുമോ, നമുക്ക് പിന്നെ കാണാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ദുർഗന്ധമുണ്ടാകുന്ന ശരീരം. ഇത് നേരെ പ്രിയ പ്രത്യാശ. പൗലോസ് പറഞ്ഞ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കാലത്തിലെ കഷ്ടം സ്നേഹത്തിന് വേണ്ടി ആത്മാവിൽ ബലപ്പെടുക. അല്ലാതെ അതാണ് പ്രത്യാശ. ഈ താഴ്ചയുള്ള നിമിത്തമുള്ള അവൻ ഈ ക്ഷീണമുള്ളതൊക്കെ നേടി ഒരു പുത്തൻ ശരീരം കിട്ടുമെന്ന് വെളിപ്പെടുവാനുള്ള തേജസ്. അത് വിചാരിക്കണം. അവിടെ നമ്മുടെ സഹോദരൻ പറഞ്ഞു, എന്നെ അപ്പൻ നിലച്ച ആ പുലിയെ പിടിക്കും, ഉയര് പോയാലും നിനക്ക് മാറ്റി. എന്റെ അപ്പൻ വിചാരിച്ച പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും അപ്പൻ വിചാരിക്കത്തില്ല, വിചാരിച്ചാ പിടിക്കും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാലേ ഈ ലോകത്തിലെ കഷ്ടത്തിലും സാരമില്ലെന്നാണ് ദൈവത്തിന് മഹത്വം. ദൈവം എനിക്ക് പാരമില്ലെന്ന് പറയാൻ കാര്യമില്ല. പ്രശ്നങ്ങളിൽ നിന്നല്ല, വിഷയങ്ങൾ ഒത്തിരിയുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് പറയാനല്ലോ. നിങ്ങളിൽ 15,000 പ്രശ്നങ്ങളിൽ കൂടി പോകുന്നയാളുമാണ്. പക്ഷേ ഞാൻ ഇവിടെ പറയും, നമ്മളിപ്പോ കാണാൻ നിങ്ങൾ എത്രതാണ് എന്നെ കണ്ടാവില്ല, വായമോ പ്രയാസമല്ലോ ഇതുവരെ തോന്നുന്നുണ്ടോ? നമ്മളെ കണ്ണുകൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെ അവർക്ക് തോന്നുന്നു നമ്മുടെ കൂടെ ഒന്ന് വന്നാൽ ഈ അടിഞ്ഞു പോയി നടക്കുമ്പോ ഏത് പൂഞ്ഞാന്നിന്റെ കൂടെ വരാൻ ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് വിശേഷം? വിശേഷം എന്തുകൊണ്ടമ്മ? ഞങ്ങൾക്കെല്ലാം വിശേഷം, നിങ്ങൾക്കൊക്കെ അല്ലേ? അത് ചിലരുടെ രീതികളെ അച്ചായനെന്തേ അവിടെ അതിന് അച്ചായന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ. മോന് ജോലിയാകും. അങ്ങനെ മോന്റെ കാര്യം ഒന്ന് ഞാൻ എന്നെ വേദനപ്പെടുപ്പിക്കുന്നു. മോടെ കല്യാണമായി 3-4 കുട്ടികൾ വന്ന് കണ്ടേച്ച്
അമ്മച്ചിക്ക് എങ്ങനെയുണ്ടോ? ഓ ആടെ കിടക്കുന്നത് യാതൊരു കണ്ടില്. നമ്മുടെ അസുഖം അങ്ങനെയുണ്ട്. ഓ അതൊന്നും പറയാതിരിക്കാം. ഇങ്ങനെ ഓ എന്റെ അമ്മാമ എന്നെ കൊണ്ടേ ഇത് നിന്നെ കൊണ്ട് തന്നെ പോകും. ജീവൻ മരണവും സ്തോത്രം. മറുവശം പറയാം, പ്രശ്നങ്ങളിൽ നിന്നല്ല, ആരും ചോദിക്കുക എന്തുകൊണ്ട് വിശേഷം. അമ്മ പറഞ്ഞല്ലോ കൃപയാൽ സന്തോഷമായി. സ്തോത്രം. മോനെ ജോലി വെക്കണം. അവന് ജോലിയൊന്നും ആയിട്ടില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ ദൈവത്തിന്റെ യാതൊരു ജോലി കുഴപ്പവും വരികയില്ല. മോന് കല്യാണം വല്ലതുമായോ? ഒന്ന് രണ്ട് കൂട്ടർ വന്ന് കണ്ട്, പക്ഷെ ദൈവം വല്ല മാറിപ്പോയി. പ്രാർത്ഥിക്കുന്നുണ്ട്, അവളോട് ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ദൈവം തക്ക സമയത്ത് വഴി തുറക്കും. അമ്മച്ചിക്കുന്നുണ്ട്, അമ്മച്ചിക്ക് അല്പം ക്ഷീണമുണ്ടെങ്കിൽ നല്ല പ്രത്യാശ രാവിലെ പാടുപാടി ബലപ്പെടുന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ വീട്ടിലിരിപ്പോണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെ വരാതെ ഇവിടെ പോകാനാ. എന്റെ ദൈവം എന്നോട് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അവർ ഒന്നിച്ച് ആരാധിക്കുന്നു. സ്തോത്രം. അമ്മമ്മയുടെ അസുഖം അങ്ങനെയുണ്ട്. എന്റെ മേരിക്കുട്ടി അസുഖമൊക്കെ ഉണ്ട്, പക്ഷെ ഞാനതൊന്നും അത്ര വലിയ വിലവൊന്നും. രാവിലെ സ്തോത്രം പറഞ്ഞ് പാട്ടുപാടി ആത്മാവ് സ്തോത്രം പറഞ്ഞ് ജോലിയൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഒന്നും മുടക്കിയിട്ടില്ല. ഇനി അഥവാ അല്പം ദൂഷമായാണ് ഞാൻ പോകുന്നെങ്കിൽ അങ്ങോട്ട് നല്ല പ്രത്യാശയോടെ സന്തോഷത്തോടെ ധൈര്യത്തോടെ ദൈവത്തെ വളർത്തിയെടുക്കുക. വിലാസങ്ങളൊന്നും ഉണ്ടാകരുത്, ഒരു ഭാരം ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന് വെളിപ്പെടുവാനുള്ള തേജസ്സും ജ്ഞാനിച്ചാൽ ഈ കാലത്തിന്റെ കഷ്ടങ്ങൾ സാധനങ്ങൾ നൽകി ആത്മാവും ബലപ്പെടണം. ഞാൻ സന്തോഷിക്കാൻ കാര്യം ഒത്തിരി ഉണ്ട്. ഒന്ന്, ഈ ഇത്രയും വർഷമായിട്ട് ശ്വാസം കിട്ടില്ലേ കാര്യമില്ലേ? വണ്ടി ഓടിച്ചാണെങ്കിലും ആരുടെയെങ്കിലും കൂടെ ആണെങ്കിലും ഈ യോഗത്തിന് വന്ന് സ്റ്റെപ്പ് വന്നിരിക്കാൻ ബലം തന്നു. എത്രയോ പേര് അത്യാസനത്തിലേക്ക് കിടക്കുന്നു. ഇതിനെല്ലാം ആദ്യം നന്ദി പറയണം. യോഗത്തിരിക്കുന്ന 3 മണിക്കൂർ മാത്രമല്ല നന്ദി. ഇത് കഴിയുമ്പോൾ ഈ ചിന്തയോടെ വേണം ജീവിക്കാൻ. അന്നാലും മാനമൊന്നും വരികയില്ല. അല്ല, നമ്മുടെ മുന്നിൽ വെക്കുന്ന ഭക്ഷണം കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇവിടെ കത്തി മുള്ളു ആയിക്കോട്ടെ, അതുകൊണ്ട് ഒത്തിരി തത്തിയാന്നേരും കഴിക്കാനും നല്ല പെരുക്ക് പെരുക്കാൻ അവസരം ഒത്തിരി എടുത്തേക്ക് കടിച്ചു കുടച്ചിലും അത് നല്ലതാണ്. ദൈവം അതിന് അവസരം തരുന്നില്ലേ? എത്രയോ പ്രിയപ്പെട്ടവരെ ആശുപത്രികളിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് മൂക്കിക്കൂടെ ട്യൂബ് ഒക്കെ ഇട്ട് വളരെ നേരിയ രീതിയിൽ ലിക്വിഡായിട്ടൊക്കെ അത് അവരുടെ ഇഷ്ടത്തിന് ഒക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്ന അവർക്ക് ദൈവം പിടിക്കട്ടെ, ദൈവം അവരെ സൗഖ്യമാക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാ ദൈവം എന്നെ നടക്കുന്നത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അല്ല, വാടകയ്ക്കാന്നേലും അല്ലെ ചെറുതാന്നേലും വലുതാന്നേലും അവൻ ക്ഷീണം വരുമ്പോ അന്തിക്ക് തലചാരിക്കാനൊരു ഇടോ ഒരു തലയിടയും കിട്ടുന്നില്ലേ? അല്ലേ? വലിയ കാര്യമില്ലേ അന്തി ഉറങ്ങാൻ? ഭയങ്കര വീട് വെച്ചിട്ട് ഉറങ്ങുന്ന ഉറക്കം പോലും ഇല്ല. ഇങ്ങനെ നിലാൻ പെട്ടെന്ന് ഓടി കിടക്കും പോലെ വീടൊക്കെ ഭയങ്കരമാണ്. പൊക്കോ എല്ലാരും പൊക്കോ, നമുക്ക് പിന്നെ കാണാം. സ്തോത്രം. ഭയങ്കര വീടൊക്കെ എന്നോട് 9 മുറിയുണ്ടെന്ന് പറഞ്ഞു. 9 മുറി ആയിക്കോട്ടെ, നല്ല കാര്യം. ഇങ്ങനെ ഉറക്കമില്ല. 9 മുറിയുണ്ട്, പക്ഷെ ഉറക്കമില്ല. അങ്ങനെ ഒരു മുറിയല്ല, അരമുറിയുള്ള അമ്മ ഉറങ്ങുന്നതല്ലേ കുറച്ചുകൂടെ പറഞ്ഞു. ദൈവത്തിന് 9 മുറിയുള്ളവന് 9 മുറി കൂടെ രാത്രി കയറി ഇറങ്ങി നടക്കുക, ഉറക്കമില്ല. എന്നാൽ ഒരു മുറി പോലും ഇല്ലാത്തവർ നല്ല 500ന്റെ മോട്ടർ ഫിറ്റ് ചെയ്തതുപോലെ ഉറക്കം വലിക്കുക. അതിനുവേണ്ടി ഭാഗ്യം. ദൈവത്തിന് മഹത്വം. അല്ല, എന്നെ പറ്റി പല ധാരണയിൽ ഒരു ധാരണയായിട്ട് സ്റ്റാൻഡേർഡ് ഇല്ലെന്നുള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ 2 കാര്യം പറയാം. സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാര്യം പറയാം. നിങ്ങൾ സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ മതി.
ഭക്ഷണം കഴിക്കാൻ ദൈവം കൃപ തന്നില്ലേ? അല്ല, ഈ കഴിച്ചതെല്ലാം ശരീരത്തിൽ പിടിച്ചേച്ച് വേണ്ടാത്തതെല്ലാം കൃത്യസമയത്ത് പോകാൻ ദൈവം കൃപ തരുന്നില്ലേ? ബുദ്ധിമുട്ടുന്നവരുടെ രോഗിക്ക് പ്രയാസമല്ലോ ഉണ്ടോ? ഞാൻ ഒത്തിരി തെളിക്കണ്ടല്ലോ, വേണം തെളിക്കണോ? തെളിക്കണം. അല്ല, വലിയ കാര്യമാണ്. ഭക്ഷണം തരുന്നത് ദൈവത്തിന് നന്ദി, അത് വാരി കഴിക്കാനിടയാക്കുന്നത് ദൈവത്തിന് നന്ദി. അത് ആകാശത്തിലും അകത്തുപക്കത്തിലും ദഹിക്കാനും ദഹന പ്രക്രിയ കൃത്യമായി നടക്കുന്നു. വേണ്ടാത്തത് ആ ഉച്ഛിഷ്ടം ഭക്ഷ്യവസ്തുക്കൾ അനേക്യം അത് കൃത്യസമയത്ത് അവൻ ദൈവത്തിന്റെ സൃഷ്ടിക്കുന്ന ആരാധ്യ പ്രകാരം അതെല്ലാം വർദ്ധിച്ച് കളയുവാനും തടസ്സം കൂടാതെ ദൈവം കൃപ തരുന്നില്ലേ? ദൈവത്തിന്റെ കാരണയാലല്ല, ഓർത്തോർത്ത് ദൈവത്തിന് മാന്യത കൊടുക്കുക. ഓർമ്മരിച്ചല്ലോ വീഴ്ച തോന്നിച്ചല്ലോ വൈരിൻ കയ്യിൽ നിന്നു വീണ്ടെടുത്തല്ലോ ധൈര്യമായി പാടിനാമല്ലോ തന്നല്ലോ വേലായെന്നുമുള്ളത് തന്നല്ലോ സ്തുതിയെന്നു അവന് താനുന്നല്ലോ കൃപ ഒത്തിരി ആയാലും കുഴപ്പമാണ്. അപ്പൊ കേട്ടതനുസരിച്ച് നമുക്കൊന്ന് ഞാൻ നിങ്ങൾ വരാം ഒന്ന് യഥാസ്ഥാനത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിച്ചു. ദൈവത്തിന് മനുഷ്യം കിട്ടാത്തതിന് പരിഭവം പറയരുത്, ലഭിക്കാത്തതിന് പിറുപിറുക്കരുത്. ലഭിച്ചതിന് ആദ്യം നന്ദി പറയും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ലഭിച്ചതിന് നന്ദി പറയും. എന്റെ ദൈവമേ, എനിക്ക് ആയുഷ് തന്നതിന് നന്ദി, എനിക്ക് കൃപ തന്നതിന് നന്ദി, എന്നെ ഇതുവരെ സൂക്ഷിച്ചതിന് നന്ദി. ഞാൻ തലമുറ